ഹലോൺ ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. മറ്റൊരു എപ്പിസോഡിലേക്ക്, ഏതിൻ്റെ എപ്പിസോഡ്? ലേറ്റസ്റ്റ് MMA ന്യൂസ്, ഐ തിങ്ക് ഫസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാ കോമ്പാറ്റ് സ്പോർട്സ് വാർത്തകളും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സൂപ്പർ ഹ്യൂമൻ എപ്പിസോഡ് ഇങ്ങനെ മന്ദം പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒന്ന് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അത് നമ്മളിങ്ങനെ പഴയ ലെജൻസിൻ്റെ ഫൈറ്റ്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അവിടെ നിന്നൊക്കെയാണല്ലോ ഈ സ്ഥിതിയിലേക്ക് MMA എത്തിയത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമ്പാറ്റ് വേൾഡിലെ പുതിയ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ഗ്ലോബൽ ഫൈറ്റ് ലീഗ് എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. എന്തായാലും മെയ് മാസത്തിൽ ഫൈറ്റ് ബുക്കായിട്ടുണ്ട്. ടോണി ഫെർഗസൺ വേഴ്സസ് ഡിലൻ ഡാനിസ് ആണ്. അപ്പോൾ ടോണി ഫെർഗസനെ എല്ലാവരും അറിയും, ഡിലൻ ഡാനിസിനെ അറിയത്തില്ലേ? ഡിലൻ ഡാനിസ് നമ്മുടെ കോണർ മെഗ്രഗറിൻ്റെ ഫ്രണ്ടൊക്കെയാണ്. അതായത് ഹബീബ് കോണർ ഫൈറ്റിൽ കോണറിൻ്റെ കൂടെ കക്ഷി ചേർന്ന് നിന്നൊരു പുള്ളിയാണ്. ഈ ഡിലൻ ഡാനിസിൻ്റെ പ്രവൃത്തികൾ കാരണമാണ് ഹബീബ് കേജിൻ്റെ പുറത്തു നിന്നൊക്കെ ചാടിയത്, പുള്ളിയുടെ ഇളക്കം കാരണം. അതാണ് ഡിലൻ ഡാനിസ്. പിന്നെ ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ ഡിലൻ ഡാനിസ് ഇപ്പോൾ അലക്സ് പെരേരയുടെ കൂടെയൊക്കെയാണ് ട്രെയിനിങ്. പിന്നെ ആള് ലോകോത്തര ജുജുത്സു പ്ലെയറാണ്, ഗ്രൗണ്ട് ഗെയിം പ്ലെയറാണ്. അപ്പോൾ ഈ ഡിലൻ ഡാനിസിൻ്റെ കൂടെയാണ് ടോണി ഫെർഗസൻ്റെ ഫൈറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ടോണിക്ക് എങ്ങനെയെങ്കിലും ഫൈറ്റ് ചെയ്താൽ മതി എന്നാണ് തോന്നുന്നു. ടോണി റിട്ടയർമെൻറ്റ് ഉദ്ദേശിക്കുന്നേ ഇല്ല. ഡിലൻ ഇതൊരു നല്ല അവസരമാണ്. കാരണം ഡിലൻ അത്ര ഒരു മിക്സ്ഡ് മാർഷൽ ആർട്സിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്, എന്നാലും അങ്ങോട്ട് സജീവമായിട്ടില്ല. അപ്പോൾ ഇത് നല്ലൊരു അവസരമായിരിക്കും. ടോണി ഈസ് എ ലെജൻഡ്. ടോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ സൂപ്പർ ഹ്യൂമൻ എപ്പിസോഡിൽ പുള്ളിയെ നമ്മൾ ചേർക്കും. കാരണം പിന്നെ പുള്ളി ഇപ്പോൾ ആക്റ്റീവാണല്ലോ, നമ്മൾ പഴയ ഫൈറ്റേഴ്സിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണ്. പക്ഷേ ടോണി ഡിസർവിങ് ആണ്, ഒരു സൂപ്പർ ഹ്യൂമൻ തന്നെയാണ്. കാരണം ടോണിക്ക് റിട്ടയർ ചെയ്യാൻ താല്പര്യമില്ല. ടോണി വോണ്ട്സ് ടു കീപ്പ് ഓൺ ഫൈറ്റിംഗ്. പിന്നെ ഇത് ക്രിക്കറ്റോ ഫുട്ബോളോ ഒന്നും അല്ലല്ലോ, ഇങ്ങനെ ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കുക. ഇത് ഫൈറ്റിംഗ് ആണ്, സോ ടഫ്. എങ്കിലും ടോണി പിന്മാറുന്ന പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു വാർത്തയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള വാർത്ത. ഇതിനൊരു എക്സ് ഫാക്ടർ ഉണ്ട്. എന്താണ് ഈ എക്സ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതായത് രണ്ട് ഫൈറ്റേഴ്സ് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന കാണാൻ ഓക്കെ രസമുണ്ട്, പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹബീബ് കോണർ ഫൈറ്റിൽ ആ എക്സ് ഫാക്ടർ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ജോൺസ് ടോം ആസ്പിനൽ ആ എക്സ് ഫാക്ടർ ഉണ്ട്, പക്ഷേ അത് നടക്കുന്നില്ല. ഇല്യ ഇസ്ലാം മഖാശേവ് ആ എക്സ് ഫാക്ടർ ഉണ്ട്, പക്ഷേ അത് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇല്യയുടെ മിസ്റ്റേക്ക് അല്ല. എന്തൊക്കെയോ ഡിസ്കഷൻ നടക്കുന്നു കേട്ടോ. അതായത് ഇല്യ റെഡിയാണ്, ഇല്യയ്ക്ക് പ്രോമിസ് കൊടുത്തോണ്ട്, പക്ഷേ അത് നടക്കുന്നില്ല. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഇത് ജോൺസിൻ്റെ മിസ്റ്റേക്കോ മഖാശേവിൻ്റെ മിസ്റ്റേക്കോ ഒന്നുമല്ല. ഇത് UFC നടത്തിപ്പുകാരുടെ മിസ്റ്റേക്ക് എന്നേ ഞാൻ പറയത്തുള്ളൂ. അവർക്കിത് ഫൈറ്റ് ബുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ടോണി വേഴ്സസ് ഡിലൻ ഡാനിസ് ആ എക്സ് ഫാക്ടർ ഉണ്ട്, ഒരു രസമുണ്ട്. എന്ത് സംഭവിക്കുമെന്നറിയാം. ടോണി ജയിക്കുമോ തോക്കുമോ, ഡിലൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? രണ്ടുപേർക്കും നല്ല ഗ്രൗണ്ട് ഗെയിമും ഉണ്ട്, അതാണ് രസം. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് UFC ഒരിത്തിരി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് പോക്കെങ്കിൽ തുടർച്ചയായിട്ട് ഏതോ കുറേ ഫൈറ്റുകൾ ബുക്ക് ചെയ്യുന്നു, എക്സ് ഫാക്ടർ ഇല്ലാത്ത കുറേ ഫൈറ്റുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണികൾ എത്രമാത്രം, വേറെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ UFC ആണ് ലീഡിങ്, പക്ഷേ എക്സ് ഫാക്ടർ ഉള്ള ഫൈറ്റുകൾ ഇല്ലെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് എക്സ് ഫാക്ടർ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഇപ്പം ഞാൻ നോക്കിയിട്ട് UFC എൻറ്റയർ UFC ആ എക്സ് ഫാക്ടർ സൃഷ്ടിക്കുന്ന ഒരേ ഒരു ഫൈറ്റേ ഞാൻ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു രണ്ട് ഫൈറ്റ് എന്ന് വെച്ചു. ഒന്ന് എന്ന് പറഞ്ഞാൽ DDP വേഴ്സസ് ഹംസത്ത്. ആ DDPയുടെ പേഴ്സണാലിറ്റി, ഹംസത്തിൻ്റെ പേഴ്സണാലിറ്റി. പിന്നെ DDP മൊത്തത്തിൽ ആക്റ്റീവാണ്. ഇപ്പം കഴിഞ്ഞിടയ്ക്ക് ഷാറേനെ ട്രോളെന്ന് കണ്ടു. അപ്പോൾ DDP അതാണ് എക്സ് ഫാക്ടർ എന്ന് പറയുന്നത്. സംതിങ് ഇവരെല്ലാം സംശയമില്ല, ഇവരെല്ലാം നല്ല ഫൈറ്റേഴ്സാണ്, അത്യുഗ്രൻ ഫൈറ്റേഴ്സാണ്. പക്ഷേ ആ എക്സ് ഫാക്ടറും കൂടെ വേണം എന്ന് വെച്ചാൽ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ DDP അത് സൃഷ്ടിക്കുന്നുണ്ട്, DDP വേഴ്സസ് ഹംസ ഷിമേവ്. അതുകൊണ്ട് പിന്നെന്താണ്, പിന്നെ അലക്സ് പെരേര മഹമ്മദിൻ്റെ റീമാച്ച്. അത് പക്ഷേ റീമാച്ചാണ്. പിന്നെ എന്തോ ഉണ്ട് കണ്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല എക്സ് ഫാക്ടറുള്ള ഫൈറ്റുകളെല്ലാം ക്യാൻസലായി. പിന്നെ ഇപ്പം ഒരു UFC മെയിൻ ഇവൻ്റ് അല്ലെങ്കിലും ഒരു ഫൈറ്റ് നൈറ്റ് ഉണ്ടായിരുന്നു, ജമഹൽ ഹിൽ വേഴ്സസ് റൗണ്ട്രി ആണെന്ന് തോന്നുന്നു. അത് ക്യാൻസലായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, UFC ഒരു ഇത്തിരി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. തുടർച്ചയായിട്ട് ഇങ്ങനെ എക്സ് ഫാക്ടറുള്ള ഫൈറ്റുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേറെ കോമ്പറ്റീറ്റേഴ്സ് മെല്ലെ മെല്ലെ കയറി വരും. ഇല്ല ആമ മുയലിനെ തോപ്പിച്ച കഥയുണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ നോക്കൂ, ഇപ്പോൾ ഈ അടുത്ത് വരാൻ പോകുന്ന ഫൈറ്റ് എന്ന് പറഞ്ഞാൽ വോൾക്കനോസ്കി ലോപ്പസ്, നല്ല ഫൈറ്റാണ്, ഒരു സംശയമില്ല. പക്ഷേ ആ എക്സ് ഫാക്ടർ ഉണ്ടോ അറിയത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ചാൻഡലർ പാഡി പിംബ്ലെറ്റ് ഒത്തിരി എക്സൈറ്റിംഗ് ആയിരിക്കും. പിംബ്ലെറ്റിൻ്റെ പേഴ്സണാലിറ്റിയും ചാൻഡലറിൻ്റെ, പക്ഷേ ഇവർ സൂപ്പർ താരങ്ങൾ. ഓക്കെ, ലെറ്റ്സ് ഗിവ് ഇറ്റ്. പിന്നെ ഇയാൻ മെച്ചാഡോ ക്യാരി വരുന്നുണ്ട്. പുള്ളി ഒരു എക്സ് ഫാക്ടർ അല്പമുള്ള ഒരു കക്ഷിയാണ്. പക്ഷേ ഇവരെല്ലാം ഉണ്ടല്ലോ, ഈ ജോൺസിൻ്റെ അത്രയോ അല്ലെങ്കിൽ ടോമിൻ്റെ അത്രയോ അല്ലെങ്കിൽ മക്കാശേവിൻ്റെ അത്രയോ ഇല്ലിയുടെ അത്രയോ ഒരു എക്സ് ഫാക്ടർ ഇല്ല ഇവർക്ക്. അതാണ് ഇതിൻ്റെ പ്രശ്നം. പിന്നെ എന്താണ്, ഇയാൻ മെച്ചാഡോൻ്റെ പേര് ബെലാലിൻ്റെ ഫൈറ്റ് വരുന്നുണ്ട് ഡെലേൻ്റെ കൂടെ. ഒരു എക്സ് ഫാക്ടർ ഉണ്ടോ, അത്ര വലിയ എക്സ് ഫാക്ടർ ഉണ്ടോ അറിയത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ നോക്കിയിട്ട് പിടിച്ച് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു അലക്സ് പെരേര ആയിരുന്നു. പുള്ളി തോറ്റതോടുകൂടി അത് പോയി. ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എൻറ്റയർ UFC നിൽക്കുന്നത് DDPയുടെ തോളത്താണ്. നിങ്ങൾ ഇപ്പോഴത്തേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. കുറച്ച് നാളും കൂടെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു DDP ആയിരിക്കും ഫുൾ ഇത് താങ്ങി നിർത്തുന്നതെന്ന് തോന്നുന്നു. DDPനെ എല്ലാവരും കൂടെ അങ്ങ് താഴ്ത്തി കെട്ടിയിട്ടിരിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എൻറ്റയർ UFC അല്പമെങ്കിലും എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവരുന്ന DDP എന്ന് പറഞ്ഞാൽ നമ്മുടെ മോനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ UFC കുറച്ചൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഫൈറ്റ്സ് കൊണ്ടുവരൂ, എക്സ് ഫാക്ടർ കൊണ്ടുവരൂ. അപ്പോൾ എന്തായാലും ടോണി ഫെർഗൂസനെ നമ്മൾ നമിച്ചിരിക്കുകയാണ്. പുള്ളി പിന്മാറുന്ന പ്രശ്നമില്ല, പുള്ളിക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പുള്ളി ഡാനാവൈറ്റൊക്കെ പറഞ്ഞു, മോനെ നിർത്ത് താൻ പോടോ, ഞാൻ ഫൈറ്റ് ചെയ്യും, താനാരാ നിർത്താൻ പറയാൻ. ഇത് ലോകത്തോടും ഇത് തന്നെയാണ്. ഫാൻസൊക്കെ പറയും ടോണി പ്ലീസ് റിട്ടയർ. ടോണി പറയും നിങ്ങളൊക്കെ റിട്ടയർ ആയിക്കൂ, ഞാൻ റിട്ടയർ ആവത്തില്ല. ഹാറ്റ്സ് ഓഫ്, സൂപ്പർ ഹ്യൂമൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ലേറ്റസ്റ്റ് കോമ്പാറ്റ് വാർത്തകൾ. എപ്പിസോഡ് 1 എന്ന് വേണേൽ പറയാം. ഇനി ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവും, ഡെഫിനറ്റ്ലി, മനുഷ്യനല്ലേ. ഞാൻ വിട്ടുപോയിട്ടുള്ള വാർത്തകൾ നിങ്ങൾ കമൻറ്റിൽ എഴുതി ചേർക്കണം. അപ്പോൾ അത് എനിക്ക് വായിക്കുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം, സപ്പോർട്ട് ചെയ്യാം.